മദരാഞ്ചൽ ഫൗണ്ടേഷൻ്റെ സെക്രട്ടറി ശ്രീ ജോഷി മാത്യു, യോധക അധ്യക്ഷൻ MCFൻ്റെ വൈസ് പ്രസിഡന്റുമായ ശ്രീ ജെയിംസ് ചെട്ടിപ്പറമ്പിൽ, തൊടുപുഴയുടെ പ്രിയങ്കരനായ MLA ശ്രീ PJ ജോസഫ്, നാഷണൽ അവാർഡ് വിന്നർ ശ്രീ M ജയചന്ദ്രൻ സർ, ശ്രീ ജിനോ കുന്നുംപുറത്ത്, റെവറൻഡ് ഫാദർ M ജോർജ്, റെവറൻഡ് ഫാദർ മൈക്കൽ പനശ്ശിക്കൽ, റെവറൻഡ് ഫാദർ ജോസ് പുള്ളോപ്പള്ളി, റെവറൻഡ് ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട്, ഞങ്ങളുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ നിസാർ പഴേരി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ശ്രീ PG ഗോപാലകൃഷ്ണൻ സർ, പൈതൽ ആൽബത്തിന് വേണ്ടി ഞങ്ങളുടെ സ്വരമാതൃ കാഴ്ചവെച്ച പൈതൽ കുടുംബത്തിലെ കുഞ്ഞ് മാലാഖമാർ, ആര്യനന്ദ R ബാബു, അന്ന റോസ്, അന്നക്കുട്ടി, ആൻലിയ ആൻ സ്മിത്ത്, അശ്വതി നായർ, അവാനി P ഹരീഷ്, ബെനിറ്റ് മേരി ബോബ്, ഡിയോണ മാത്യു, ഇസബെല്ല ലിസ ജോർജ്, ജാനറ്റ് ചെത്തിപ്പുഴ, ജെനിഫർ ആലിസ്, നിത്യ ബിനു, നിയ ബിനു, നിധി സജീഷ്, റോസ് ഡിൻഡോ, സഞ്ജന സാജൻ, ശ്രേയ അന്ന ജോസഫ്, സിഖ വിജയൻ, ശ്രേയ ജയദീപ്, തുമ്പി, ടിയ റോസ്, ടിൻസ ബിജു, സാൻ ജിനോ എന്നിവരെ ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. It is the time to call upon the Almighty. We begin with a prayer song by Ponnu. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീത മേയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. മദരാഞ്ചൽ ഫൗണ്ടേഷൻ്റെ നട്ടെല്ലും നടുത്തൂണുമായ ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ജോഷാസിനെ ഇന്നീ ഭവനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നേരുന്നതിനായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൗഢം, ശാന്തം, ഗംഭീരം, അതാണ് ഇന്നത്തെ ഈ ചടങ്ങ്. ഏറെ ദൈവാനുഗ്രഹം വഴിയുന്ന ഒരു സായാഹ്നമാണിത്. ഞാൻ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമയിലേക്ക് കടക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി ഇവിടെ എത്തിയിരിക്കുന്നത് മദരാഞ്ചൽ ഫൗണ്ടേഷൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജെയിംസ് ചെട്ടിപ്പറമ്പിലാണ്. ഇന്ന് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ജെയിംസ് ചെട്ടിപ്പറമ്പിലിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ 3D പ്രകാശനം ചെയ്യുവാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ MLAയും മുൻ മന്ത്രിയുമായ തൊടുപുഴയുടെ പ്രിയങ്കരനായ ശ്രീ PJ ജോസഫ് സാറാണ്. മദരാഞ്ചൽ ഫൗണ്ടേഷൻ്റെ ഏത് കാര്യങ്ങളിലും മുന്നിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും അനുഗ്രഹവും നൽകുന്ന സാറിനെ മദരാഞ്ചൽ ഫൗണ്ടേഷനിലെ ഓരോ അംഗങ്ങളുടെയും പേരിൽ ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദേശീയ പുരസ്കാരം സ്വീകരിച്ച് ഈ സദസ്സിനെ അനുഗ്രഹിക്കാൻ എത്തിയിരിക്കുന്ന M ജയചന്ദ്രൻ സാറിനെ ഏറ്റവും ആദരവോടെ ഇന്ന് ഈ ചടങ്ങിലേക്ക് MCFൻ്റെ പേരിൽ ഞങ്ങൾ ഓരോരുത്തരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഇന്നിവിടെ ഉണ്ടാവാൻ ഒരേയൊരു കാരണം ജിനോയാണ്. സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ മദരാഞ്ചൽ ഫൗണ്ടേഷനെ സ്നേഹിക്കുകയും ആവുന്ന വിധത്തിലെല്ലാം ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു തരികയും പൈതലെന്ന ആൽബത്തിൽ ഇവിടെ ഒരു കൊച്ചു പ്രതിഭയുണ്ടെന്നറിഞ്ഞ് കുഞ്ഞുമോളുടെ പാട്ട് ഇവിടെ വന്ന് കേട്ട് മോളെയും കൂടി ഈ വലിയൊരു സംരംഭത്തിലേക്ക് തിരഞ്ഞെടുക്കുകയും മദരാഞ്ചൽ ഫൗണ്ടേഷനും ആ ഒരു അർത്ഥത്തിൽ ജിനോയുടെ പരിശ്രമപ്രകാരം അഡ്രസ്സ് ഉണ്ടാക്കി തരുന്നതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് തൻ്റെ 102ാമത്തെ ആൽബം പ്രകാശനം ചെയ്യാൻ ഹൃദയത്തിൽ നിറയെ സ്നേഹവും വലിയ ദൈവത്തോട് അപരിമയമായ നന്ദിയും ഉള്ള ജിനോയെ സ്നേഹപൂർവ്വം ഞങ്ങൾ ഓരോരുത്തരും MCFലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സത്കർമ്മം നിർവഹിക്കാൻ ആദ്യ വിൽപ്പന നടത്തുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രുതി സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഡയറക്ടർ ജോർജ് അച്ഛനെയും ആദ്യ കോപ്പി സ്വീകരിക്കുവാനും പ്രാർത്ഥനയോടെ സ്വീകരിക്കുവാനും അത് ഈ പ്രപഞ്ചത്തിനു വേണ്ടി സമർപ്പിക്കുവാനുമായി എത്തിയിരിക്കുന്ന ജോസ് പുല്ലോപ്പള്ളി അച്ഛനെയും MCF
ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾ എഴുതുകയും ഈ CD-യുടെ ആദ്യ അന്ത്യം ജിനോയുടെ പുറകെ നിന്ന് ജിനോയെ പ്രോത്സാഹിപ്പിക്കുകയും സ്നേഹിക്കുകയും കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന് അതിന് റെക്കോർഡിംഗ് ഒക്കെ പങ്കെടുക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയങ്കരനായ ഫാദർ മൈക്കിൾ പനച്ചിക്കലച്ചനെ ഏറ്റവും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ CD-യിലെ മിക്കവാറും മുഴുവൻ ഗാനങ്ങളും തന്നെ എഴുതിയിരിക്കുന്നത് മനോജ് ഇലവങ്കലാണ്. ശ്രീ മനോജിനെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ, ഇടുക്കി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ, അദ്ദേഹം ആദരണീയനാണ്, ഏവർക്കും സുപരിചിതനാണ്. കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി മുഖം നോക്കാതെ ജോലിയെടുക്കുന്ന ഒരു നല്ല ഉദ്യോഗസ്ഥനാണ്. ഈ യോഗത്തെ അനുഗ്രഹിക്കാനും ആശംസകൾ അർപ്പിക്കുവാനുമായി അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ്റെ മുൻ കമ്മിറ്റി മെമ്പറും ഇപ്പോൾ ഞങ്ങളുടെ അഡ്വൈസറി ബോർഡിൻ്റെ കൺവീനറുമായ സ്നേഹനിധിയായ മാത്യുച്ചേട്ടനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വർഗീയ സ്വരമാധുരിയോടുകൂടി ഗാനങ്ങൾ ആലപിച്ച് പൈതലെന്ന ആൽബത്തെ ധന്യമാക്കിയ 23 കുഞ്ഞു മക്കളാണ് ഇവിടെയുള്ളത്. അതിലെല്ലാവരും എത്തിപ്പെടാൻ സാധിച്ചില്ല. ആ പോരായ്മകളെല്ലാം നികത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി കൂടി ബാക്കി 16-17 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. സ്നേഹപൂർവ്വം കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും, ഞാൻ സമയം കളയുന്നില്ല, നിങ്ങളുടെ പേരുകൾ വീണ്ടും വായിക്കുന്നതാണ്. നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയും ഈ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചും പ്രോത്സാഹിപ്പിച്ചും കൂടെ നിന്ന മാതാപിതാക്കളെല്ലാവരും ഇന്നിവിടെ സന്നിഹിതരാണ്. അവരുടെ ഹൃദയങ്ങളിലുള്ള അലിവും ആർദ്രതയും സ്നേഹവും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ തീക്ഷ്ണതയും എല്ലാം ഞാൻ അനുഭവിച്ചറിയുന്നു. നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യം ഞങ്ങളെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക്, ഈ ചടങ്ങിലേക്ക് ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദീർഘവീക്ഷണത്തോടെ MCF-നെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ MCF-ന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജെയിംസ് ചെട്ടിപ്പറമ്പിലിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട ദിവസമായ ശിശുദിനത്തിൽ ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന് ആദ്യമായി ഞാൻ ശ്രീ ജിനോയ്ക്ക് നന്ദി രേഖപ്പെടുത്തുകയും ശിശുദിനത്തിൻ്റെ ആശംസകൾ ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് നേരുകയും ചെയ്യുന്നു. തികച്ചും എനിക്ക് തോന്നുന്ന ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ജോഷിയുമായിട്ട് ബന്ധപ്പെടുകയും പല പ്രാവശ്യം ഈ സ്ഥാപനത്തിൻ്റെ കുട്ടികളോടൊപ്പം ചെലവഴിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിയെയാണ് ജിനോ കുന്നുപുറം. ദേശീയ അവാർഡ് നേടിയ ജയചന്ദ്രൻ എന്ന ഗായകൻ യാതൊരു ജാടയുമില്ലാതെ മദർ ആൻഡ് ചൈൽഡിലെ കുഞ്ഞുങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്നതിന് ദൈവം അദ്ദേഹത്തെ ഈ അവസരത്തിൽ പ്രത്യേകം അനുഗ്രഹിക്കണമെന്ന് ഞാൻ ആശംസിക്കുകയും അദ്ദേഹത്തിന് തുടർന്നും ഈ രംഗത്ത് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് സാറുണ്ട്. മദർ ആൻഡ് ചൈൽഡിൻ്റെ എന്ത് കാര്യങ്ങൾക്കും അദ്ദേഹം കാണിക്കുന്ന ഉത്സാഹം, ശരിക്ക് പിള്ളേരോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം, ചാച്ചാ നെഹ്റുവിന് പിള്ളേരോടുള്ള, കുട്ടികളോടുള്ള സ്നേഹത്തെ കാണിക്കുന്നതാണ്. എന്ത് കാര്യത്തിനും അദ്ദേഹത്തെയും ഈ ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന് ഞാൻ അങ്ങേയറ്റം നന്ദിയോടെ സ്മരിക്കുകയാണ്. ഈ സന്തോഷവേളയിൽ സന്നിഹിതരായ ഓരോരുത്തർക്കും മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ്റെ പേരിൽ ഞാൻ ആർദ്രമായ സ്വാഗതവും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംഗീത ലോകത്തിന് ഒട്ടനവധി സംഭാവനകൾ നൽകി സംഗീതം എന്ന കലയെ സമ്പന്നമാക്കിയ ദേശീയ അവാർഡ് ജേതാവ് ശ്രീ M. ജയചന്ദ്രൻ സാറിനെ ആദരിക്കുന്നതിനായി തൊടുപുഴ MLA-യും നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനുമായ ശ്രീ PJ ജോസഫ് സാറിനെയും പൈതൽ കുടുംബത്തിൻ്റെ പ്രതിനിധി ശ്രീ ജിനോ കുന്നംപുറത്തിനെയും സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു.
ലോകത്തിൻ്റെ അങ്ങേ കോണുകൾ വരെയും ഈ സ്വരമാധുരി എത്തട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഓർക്കാം. ജീവിതം മുഴുവൻ ഉപാസനയായി കാഴ്ചവെച്ച രണ്ട് മഹത് വ്യക്തികളാണിത് പ്രകാശനം ചെയ്യുക. രാഷ്ട്രീയ മേഖലയിൽ തന്നെ സമർപ്പിച്ച PJ ജോസഫ് സാറും സംഗീതത്തിനു വേണ്ടി ജീവാർപ്പണം ചെയ്ത M ജയചന്ദ്രൻ സാറും തൻ്റെ ജീവിതം തന്നെ മനോഹരമായ ഗാനങ്ങൾക്ക് വേണ്ടി അർപ്പണം ചെയ്ത ശ്രീ ജിനോ കുന്നുംപുറത്തും നമുക്ക് ഹർഷാരവത്തോടെ ഒരിക്കൽ കൂടി ഈ മംഗളകർമ്മത്തെ സ്നേഹപൂർവ്വം ആദരിക്കാം, അഭിമാനത്തോടെ പ്രോത്സാഹിപ്പിക്കാം. ഭക്തി എന്ന് പറയുന്നത് എന്താണെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് ഭക്തിയെ അപ്രോച്ച് ചെയ്യേണ്ടതും എന്നുള്ളത് എപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ക്രോസിനെ കുറിച്ച് ഉള്ള ഒരു കാഴ്ചപ്പാട് വളരെ മഹാനായിട്ടുള്ള ഒരു സന്യാസി വര്യൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വര, പിന്നെ അതിനെ ക്രോസ് ചെയ്യുന്ന വേറെ വര, അതാണ് ക്രോസ് എന്ന് പറയുന്നത്. ആ നേർവര എന്ന് പറയുന്നത് I എന്ന്, ഇംഗ്ലീഷ് ലെറ്റർ I, അതിൽ ആ നേർവര, അത് ഞാൻ എന്നുള്ള ഭാവം എന്നർത്ഥം. അതിനെ ക്രോസ് ചെയ്തു ആ ഞാൻ എന്ന ഭാവം ഇല്ലാതാക്കുന്നത് എന്തോ അതാണ് ഡിവിനിറ്റി എന്നും അതാണ് ഭക്തി എന്നും അതാണ് യേശുനാഥൻ നമുക്ക് പറഞ്ഞു തരുന്നതെന്നും ക്രോസിലൂടെ ഡിഫൈൻ ചെയ്യപ്പെടുകയാണ്. ഗോഡ് എന്നുള്ള ആൽബത്തിൽ മേലെ മാനത്തെ ഈശോയെ ഒന്ന് വരാമോ ഈശോയെ എന്ന് ഫാദർ മൈക്കൽ പനച്ചിക്കൽ അച്ഛൻ അദ്ദേഹം എഴുതിയപ്പോൾ ഇതാര് പാടും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയുണ്ടായിരുന്നു. ചിത്ര ചേച്ചി മനസ്സിലുണ്ടായി, ശ്രേയ മനസ്സിലുണ്ടായി, അല്ലെങ്കിൽ സുജാത ചേച്ചി, അങ്ങനെ നമുക്ക് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പാട്ടുകാരുണ്ട്. പക്ഷേ ആത്മാർത്ഥമായ ഭക്തി സ്ഫുരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു കുഞ്ഞിൻ്റെ ആലാപനത്തിലായിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെയാണ് ശ്രേയക്കുട്ടിയുടെ ശബ്ദം അതിൽ ഉപയോഗിക്കാം എന്ന് തോന്നിയത്. ജിനോയുടെ 101ാമത്തെ ആൽബമാണിത്. അനിയൻ്റെ വളർച്ചയിൽ ഒരു ചേട്ടൻ എത്രത്തോളം സന്തോഷിക്കുന്നുവോ ആ സന്തോഷം ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം ഒരു കയ്യടി കൊടുത്ത് നമ്മൾ ആദരിക്കേണ്ടത് എന്നെക്കാൾ കൂടുതൽ ജിനോ കുന്നംപുറത്തിനെയാണ്. ഈ ഒരു കോൺസെപ്റ്റ്, പൈതൽ എന്നുള്ള കോൺസെപ്റ്റ്, അതുപോലെ ഭക്തി സാന്ദ്രത, അതിലൂടെ ഭക്തി നമുക്ക് എടുക്കാനും ഈ ലോകത്തിന് കൂടുതൽ സമാധാന സമ്പൂർണമായിട്ടുള്ള ഒരു വശം വീണ്ടും കണ്ടെത്തുവാനും ഒക്കെ സാധിക്കാനായിട്ട് ഈ ആൽബം വളരെയധികം മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് വരട്ടെ എന്നും ജിനോയ്ക്ക് ഇനിയും ഒരുപാട് ആൽബങ്ങൾ ചെയ്യാനും അതിലൂടെ ഈ ഭക്തി കണ്ടെത്തുവാൻ സാധിക്കട്ടെ എന്നും ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഇന്നിവിടെ ജിനോയെയും നമ്മളെ എല്ലാവരെയും പ്രാർത്ഥനയിലൂടെ, നിങ്ങളുടെ സ്നേഹത്തിലൂടെ, ഈ ആൽബത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ജിനോയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എനിക്ക് തന്ന ആദരത്തിന് പ്രത്യേകമായി എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്തേ, താങ്ക് യു. തൊടുപുഴ നിവാസികളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന നമ്മുടെ സ്വന്തം ജനനായകനും തൊടുപുഴയുടെ വികസന നായകനുമായ ശ്രീ PJ ജോസഫ് സാറിനെ ഏറ്റവും ഹൃദയപൂർവ്വം നമ്മോട് സംസാരിക്കുവാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സംഗീത സംവിധായകൻ, 130-ൽ പരം ചിത്രങ്ങളിൽ ഗാനങ്ങൾക്ക് ഈണം പകർന്ന് കേരള ജനതയുടെ മനസ്സ് കവർന്ന, ഇപ്പോൾ ദേശീയ പുരസ്കാരത്തിന് അർഹനായ, സംഗീതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്ന ആർദ്രത, നമ്മളെല്ലാം മനസ്സിനെ കുളിർപ്പിക്കുന്ന ആർദ്രതയാണ്. M ജയചന്ദ്രൻ്റെ സംഗീതത്തിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ്. ഭക്തിയെപ്പറ്റി മനോഹരമായി അദ്ദേഹം ഇവിടെ വിവരിച്ചു. ബൈബിളിലെ സങ്കീർത്തനങ്ങൾ, ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾക്കുള്ള പ്രാധാന്യം നമുക്കറിയാം.
അതിലെ ദൈവത്തിനെ സ്തുതിക്കുന്നതായി പറയുന്നത്, വീണയും കിന്നരവും മീട്ടി കർത്താവിനെ സ്തുതിപ്പിൻ, ഇമ്പമുള്ള കൈത്താളങ്ങളാൽ കർത്താവിനെ സ്തുതിപ്പിൻ. ആ ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഏറ്റവും ഭംഗിയായ രീതിയായി അതിനെ പറയുകയാണ്. ശ്രീ ജിനോ കുന്നംപുറത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആൽബത്തിൽ എല്ലാത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. ഈ കുഞ്ഞു മക്കളെ അണിനിരത്തി, എത്ര 23 പേരെ ആണെന്നാണ് ഈ ആൽബത്തിൽ പാടിച്ചിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു അർപ്പണ ബോധത്തോടുള്ള പ്രവർത്തനം കൊണ്ടാണ് ശ്രീ ജിനോയ്ക്ക് ഇത്രയും ആൽബങ്ങൾ ഇറക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സംഗീത സംവിധായകനാകാൻ യേശുദാസ് ഒരിക്കൽ ശ്രമിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് നമുക്ക് പറ്റില്ല, അതിന് പ്രത്യേകമായ ദൈവാനുഗ്രഹം ഉള്ളവരുണ്ട്. അങ്ങനെയുള്ള ഈ സംഗീത ലോകത്തിൽ സൃഷ്ടി നടത്തുന്ന ശ്രീ ജയചന്ദ്രനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പുതിയ ആൽബം ഒരിക്കൽ ഇങ്ങനെ റിലീസ് ചെയ്യുവാൻ, ഈ കുഞ്ഞുങ്ങളെ നിരത്തിൽ റിലീസ് ചെയ്യാൻ കഴിഞ്ഞ ശ്രീ ജിനോ കുന്നംപുറത്തെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. 23 മാലാഖ കുഞ്ഞുങ്ങൾ പാടുന്നു വാനമ്പാടികളെ പോലെ. അതെ, വാനമ്പാടികൾ പാടുന്ന പോലെ എന്ന അതിമനോഹര ഗാനം ആസ്വദിക്കാം. പാടുന്ന
ഏറെ അഭിമാനത്തിന് വകയുള്ള ശ്രേയക്കുട്ടി എത്തിക്കഴിഞ്ഞു. നമുക്കൊന്ന് ഖരഘോഷത്തോടെ മോളെ സ്വീകരിക്കാം. നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. മാലാഖ കുഞ്ഞുങ്ങളുടെ അതിമനോഹര ശബ്ദം ഇനി മുതൽ നമ്മളിലേക്കും. പൈതൽ സിഡിയുടെ ആദ്യ കോപ്പി ഫാദർ ജോസ് പുള്ളോപൊള്ളിന് നൽകി ആശീർവദിക്കാൻ എത്രയും ബഹുമാനപ്പെട്ട ഫാദർ MB ജോർജിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ജിനോയുടെ ഗോഡൊക്കെ അങ്ങ് ലോകം മുഴുവൻ മറിച്ച് കളഞ്ഞ ഒരു CD ആയിരുന്നെങ്കിൽ ഇത് വരുമ്പോൾ എനിക്കിപ്പോൾ പേടിയാണ് എന്നെക്കുറിച്ച് തന്നെ. എന്തു തന്നെയായാലും നിമിത്തങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നതിനൊരു പ്രത്യേക നിമിത്തമുണ്ട്. ഈ CD-യുടെ ആദ്യ വിൽപ്പന പ്രാർത്ഥിച്ച് കൊടുത്തു കഴിയുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം ഇതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ജയചന്ദ്രൻ സാറിൻ്റെ പാട്ടിനെക്കുറിച്ച് പ്രിയപ്പെട്ട ജോസഫ് സാറും എല്ലാവരും പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ പാട്ടുകളും അല്ലാത്ത ഇന്നിറങ്ങുന്ന പല പാട്ടുകളും തമ്മിൽ കമ്പാരിസൺ നടത്തുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു പക്ഷേ ജയചന്ദ്രൻ സാറിൻ്റെ പാട്ടിനെ ആയിരിക്കും. എനിക്ക് ജിനോയെ അധികം ഈ അടുത്തിടയ്ക്കാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. ദൈവം അനുഗ്രഹിച്ച് ഇപ്പോൾ 102ാമത്തെ ആൽബം എന്ന് പറയുമ്പോൾ ഇതൊരു നിസ്സാര കാര്യമായിട്ട് കാണരുത്. ഒത്തിരി പേര് CD-കൾ ഇറക്കുന്നുണ്ട്, പാട്ടുകൾ ഇറക്കുന്നുണ്ട്. പക്ഷേ 102 CD-കളും അത് കേരള മക്കൾക്ക് ആവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള ഘനമുള്ളതായ ആസ്വാദന ശൈലിയുള്ളതായ നല്ല പാട്ടുകളായി ഇറക്കുവാൻ തക്കവണ്ണം ജിനോയ്ക്ക് ഈ ചെറിയ പ്രായത്തിൽ സാധിച്ചു എന്ന് പറയുന്നത്. നമുക്കറിയാം ശബ്ദത്തിന് പ്രായമുണ്ട്. കൊച്ച് ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ ടീനേജിൽ വരുമ്പോഴുള്ള ശബ്ദം മാറും, അത് യുവത്വത്തിൽ വരുമ്പോൾ മാറും, വാർദ്ധക്യത്തിൽ വരുമ്പോൾ മാറും. ഫോൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഏകദേശം എത്ര വയസ്സുള്ള ആളാണ് സംസാരിക്കുന്നതെന്നുള്ളത്. ഈ കുഞ്ഞുമക്കളുടെ പാട്ടുകൾ അതൊരു പുതിയ അനുഭവമായി കേരള മക്കൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ദൈവിക അനുഗ്രഹങ്ങൾക്കും യാചിച്ചുകൊണ്ട് പ്രത്യേകാൽ ഇതിന് സംഗീതം കൊടുത്ത പ്രിയപ്പെട്ട ജയേന്ദ്രൻ സാറിനോടും മനോഹരമായ ഇതിൻ്റെ വരികൾ എഴുതിയ പ്രിയപ്പെട്ട പനിക്സിക്കൽ അച്ഛനോടും അതുപോലെ മനോജിനോടും എല്ലാം 100 നന്ദി അറിയിച്ചുകൊണ്ട് ഇനിയും 1000 വസന്തങ്ങൾ വിരിയട്ടെ. ഈ സ്റ്റേജിൽ ഇനിയും ഇതുപോലുള്ളതായ പ്രകാശനങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ആദ്യ വിൽപ്പന പ്രാർത്ഥനയോടുകൂടി ബഹുമാനപ്പെട്ട ജോസ് അച്ഛന് കൊടുക്കുകയാണ്. പ്രാർത്ഥിക്കുക, ഇത് അനുഗ്രഹമായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഒരു CD-യാണ് ഇന്ന് പുറത്തിറക്കിയിരിക്കുക. സാധാരണ CD-യിൽ ഗാനങ്ങൾ ആലപിക്കുന്നത് പ്രശസ്തരായ ഗായകരായിരിക്കും. അവരുടെയൊക്കെ ചിത്രങ്ങളായിരിക്കും CD-യുടെ പുറത്ത് ആലേഖനം ചെയ്യപ്പെടുക. അതേസമയം ഇന്ന് 23 പിഞ്ചു കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ കുഞ്ഞു മാലാഖന്മാരുടെ ചിത്രങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ അവരിലൂടെയാണ് ഈ CD പുറത്തിറങ്ങിയിരിക്കുക. തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയമായിരിക്കും. ഇവിടെ ഞങ്ങൾ അടുത്തിരുന്നപ്പോഴേ പനച്ചിക്കലച്ചനും പറഞ്ഞു, ഇത് വലിയൊരു കാഴ്ചപ്പാടാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇത്രയും പേർക്ക് അവസരം കൊടുക്കുക, ഇത്രയും പേരെ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഇത്രയും പേരിലൂടെ ഈ കുഞ്ഞുങ്ങളിലൂടെയും അവരുടെ മാതാപിതാക്കളിലൂടെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ഈ CD-കൾ വിതരണം ചെയ്യപ്പെടും. ഇതിൻ്റെ പിന്നിൽ ഈ 102ാമത്തെ ആൽബം ഇറക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ആദരിക്കുവാനുള്ള സമയമാണിത്. ജയചന്ദ്രൻ സാറാണ് ഈ കുഞ്ഞുങ്ങൾക്ക് മെമൻറ്റോ കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ പൈതൃകമായ വാത്സല്യവും സർഗാത്മശേഷികളും ഈ കുഞ്ഞുങ്ങളിലേക്കും പകരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനി വരാത്തവരെ നമുക്കൊന്ന് ഓർക്കാം. അവർ വരേണ്ടിയിരുന്ന ജിയ റോസ് തോമസ് കുവൈറ്റിൽ നിന്ന് വരണമായിരുന്നു. ടിൻസ ബിജു കുവൈറ്റിൽ നിന്ന് വരണമായിരുന്നു.
ജാനറ്റ് ചെത്തിപ്പുഴ സ്വിറ്റ്സർലൻഡിൽ വരണമായിരുന്നു. ബെനറ്റ് മേരി ബോബ് മിയ മോൾ USA നിന്ന് വരേണ്ടിയിരുന്നു. അശ്വതി നായർ UAE നിന്ന് വരേണ്ടിയിരുന്നു. അന്നക്കുട്ടി ദുബായിൽ നിന്ന് വരേണ്ടിയിരുന്നു. നമുക്കറിയാം പ്രാക്ടിക്കലി ദർ ഇസ് ആൻ ഇമ്പോസിബിലിറ്റി. അതുകൊണ്ടാണ് അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്. അവരെയും ഹൃദയപൂർവ്വം നമുക്ക് ഈ നിമിഷം ഓർക്കാം. അവർക്കും വേണ്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ആശംസകളും അർപ്പിക്കുകയും ചെയ്യാം. ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിക്കുവാനും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനുമായി റെവറൻഡ് ഫാദർ മൈക്കൽ പനശ്ശികലിനെ സാദരം ക്ഷണിക്കുന്നു. ഞാൻ ഒരു കാര്യം ഓർക്കുന്നത്, ഇതിൻ്റെ നിർമ്മാണഘട്ടത്തിൽ സ്റ്റുഡിയോ സെറ്റിൽ ഒരിക്കൽ ഞാൻ ചെല്ലുകയുണ്ടായി. മുല്ലപ്പൂവിൻ്റെ കവിളിൽ കാണാം ഉണ്ണീശോയുടെ പാൽപുഞ്ചിരി എന്ന പാട്ട് പാടുന്ന ദിവസം. അന്ന് ശ്രേയക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഈ മാലാഹ കുഞ്ഞുങ്ങളെല്ലാം കൂടി ഓടി എൻ്റെ അടുത്തേക്ക് പറ്റിച്ചേർന്ന് നിന്ന് അവർ ആദരവ് കാണിച്ചപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഒരു സ്വർഗീയമായൊരു അനുഭൂതി പോലെ. കാരണം ഞാൻ ഇവിടെ ഈ ലോകത്തിലാണോ നിൽക്കുന്നതെന്ന് തോന്നത്തക്ക രീതിയിൽ, വേറെ എവിടെയോ ആണെന്ന് തോന്നത്തക്ക രീതിയിൽ ആ നിഷ്കളങ്കമായ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം, അങ്ങനെയുള്ള ആ സാന്നിധ്യം തീർച്ചയായിട്ടും നമ്മളെയൊക്കെ ഇവിടെയും സ്പർശിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഇതിൻ്റെ പിന്നിൽ ജിനോയുടെ ഒരു സ്ട്രാറ്റജി ശരിക്കും ഞാൻ കാണുകയാണ്. ഓരോ ആൽബത്തെയും സവിശേഷമാക്കാൻ ജിനോ കൊണ്ടുവരുന്ന ഓരോ സ്ട്രാറ്റജികളുണ്ട്. അത് ജിനോയ്ക്ക് മാത്രം സ്വന്തമാണെന്ന് ഞാൻ കരുതുകയാണ്. ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം ജിനോയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, നല്ല ഗാനങ്ങളുണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല നിർമ്മാതാക്കളുണ്ടാകണം. അർപ്പണബോധമുള്ള നിർമ്മാതാക്കൾ, പ്രത്യേകിച്ച് വ്യയം ചെയ്യാൻ, നഷ്ടം സഹിക്കാൻ സന്നദ്ധതയുള്ള, മുടക്കാൻ സന്നദ്ധതയുള്ള നിർമ്മാതാക്കൾ വേണം. അങ്ങനെയുള്ള നിർമ്മാതാക്കളുടെ കൂട്ടത്തിൽ ജിനോയല്ലാതെ ജിനോയെപ്പോലെ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എൻ്റെ ഈശോ പരിഹാരബലിയായി എന്നൊരു ഗാനം ഞാൻ എഴുതി. അത് അതീവ ഹൃദ്യമായി തീർന്നു. ആ പാട്ട് ഈണം ചെയ്ത അല്ലെങ്കിൽ ഈണമൊരുക്കിയ KG പീറ്ററിൻ്റെ പ്രിയപുത്രൻ നെൽസനാണ് ഇന്ന് ഞാൻ എഴുതിയ മുല്ലപ്പൂവിൻ്റെ കവിളിൽ കാണാം ഉണ്ണീശോയുടെ വാൽപുഞ്ചിരി എന്ന ഗാനം ചെയ്തിരിക്കുന്നത്. ഈ പുതിയ ആൽബം, പൈതൽ എന്ന ഈ ആൽബം അനേകർക്ക് ആനന്ദവും ഭക്തിയും ആർദ്രതയും പ്രദാനം ചെയ്യട്ടെ, ഇത് പ്രചുരമായി പ്രചരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പൈതൽ ആൽബത്തിലെ സ്വർഗീയ ഗാനങ്ങൾ രചിച്ച ശ്രീ മനോജ് ഇലവങ്കലിനെ തൻ്റെ ആത്മകഥകൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ ക്ഷണിക്കുന്നു. ഞാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സിയോൺ ക്ലാസിക്സിൻ്റെ ബാനറിൽ ജിനോ കുന്നുംപുറത്ത് നിർമ്മിച്ച പൈതൽ എന്ന ആൽബത്തിൽ പാട്ടുകൾ എഴുതാൻ എനിക്ക് അവസരം തന്ന നല്ലവനായ ദൈവത്തെ ഞാൻ ഈ വേദിയിൽ മഹത്വപ്പെടുത്തുന്നു. ഈ പൈതൽ എന്ന ആൽബത്തിൽ പാടിയ എല്ലാ കുട്ടികൾക്കും വലിയ വിജയവും പ്രാർത്ഥനയും ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ജയന്തൻ സാറിനെ പോലുള്ള ഒരു വലിയ കലാകാരനോടൊപ്പം ഈ വേദി പങ്കിടാൻ കഴിഞ്ഞതിൽ ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഹൃദയം നിറഞ്ഞ നന്ദിയുടെ വാക്കുകളുമായിട്ട് ജിനോ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നു. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജ്യേഷ്ഠൻ, എല്ലാവരും കുട്ടൻ ചേട്ടാ എന്നാണ് വിളിക്കുന്നത്, ഞാൻ ജയേട്ടാ എന്നാണ് വിളിക്കുന്നത്. പ്രിയപ്പെട്ട ജയേട്ടാ, എന്നെ സംഗീതരംഗത്തേക്ക് കൈപിടിച്ചു ഉയർത്തിയ തൊടുപുഴയുടെ MLA P. ജോസഫ് സാറ്, MP ജോർജ് അച്ഛൻ, അല്ല ജോസ് പുലപ്പള്ളി അച്ഛൻ, മൈക്കിൾ പനച്ചിക്കലച്ഛൻ, മനോജ് ഇലവങ്കൽ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, മാലാഹ കുഞ്ഞുങ്ങളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്താണ് പൈതൽ എന്നൊരു ആൽബം ഇതുപോലെയുള്ള ഒരു വേദിയിൽ വെച്ച് നടത്തിയത് എന്ന് നിങ്ങൾ ചിലപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചിരിക്കാം. ആദ്യം പൈതൽ എന്നൊരു ആൽബം ചെയ്യണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹം. ഇത്രയും കുട്ടികൾ ഉൾപ്പെടുത്തണമെന്നോ ഇത്രയും കുട്ടികൾ വന്നു ചേരുമോ എന്നോ ഒന്നും ആഗ്രഹിച്ചില്ല. ഒരു ഓഡീഷനിലൂടെ 180ഓളം കുട്ടികൾ ഓഡീഷനിൽ പങ്കെടുക്കുകയും അതിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച 21 കുട്ടികളെ തിരഞ്ഞെടുക്കുകയുമാണ് ആദ്യമായിട്ടുണ്ടായത്. പിന്നീട് കുട്ടികളുടെ ആൽബം ഇറക്കി അത് എന്ന് റിലീസ് ചെയ്യണമെന്നായിരുന്നു ഇതിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ചിന്ത. ഏറ്റവും നല്ല ദിവസമാണ് ശിശുദിനം, അതന്ന് റിലീസ് ചെയ്യാമെന്ന് ആഗ്രഹിച്ചു. പിന്നീട് ലാസ്റ്റത്തെ ചിന്ത ഇത് എവിടെ വെച്ച് ചെയ്യുമെന്നായിരുന്നു. ഞാൻ
ടൗൺ പള്ളിയിലെ വികാരിയച്ഛൻ ഇരിപ്പുണ്ട്. വികാരിയച്ഛൻ്റെ അടുത്ത് ഞാൻ ഹോൾ വരെ ബുക്ക് ചെയ്തതാണ്. തൊടുപുഴ ടൗൺ പള്ളിയുടെ ഹാളിൽ വെച്ച് നടത്താനാണ് ആദ്യം ആഗ്രഹിച്ചിരുന്നത്. പിന്നെ പ്രാർത്ഥിച്ചിരുന്ന സമയത്താണ് ഇതുപോലെയുള്ള അനാഥരായിട്ടുള്ള കുട്ടികളുടെ ഇതുപോലുള്ള സ്ഥലങ്ങൾ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് തോന്നിയത്. അങ്ങനെ ഒരു ചിന്ത വന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഒത്തിരി ജീനിയസായിട്ടുള്ള മ്യൂസിഷ്യന്മാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഡൗൺ ടു എർത്തായിട്ടുള്ള ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ പറയാൻ കണ്ടിട്ടില്ല. അത് ഞാൻ മനസ്സിൽ നിന്നും പറയുന്നതാണ്. കാരണം ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത്രയും വലിയൊരു പൊസിഷനിൽ ദേശീയ അവാർഡൊക്കെ കിട്ടിയിട്ട് അദ്ദേഹം ബാക്കി കുറേ പേര് പോയിട്ടും ഇപ്പോഴും നമ്മുടെ കൂടെ ഈ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. ഈ എളിമ തന്നെയാണ് അദ്ദേഹത്തിനെ ഇത്ര ഉയരങ്ങളിൽ എത്തിച്ചതെന്ന് ഞാൻ പറയും. 2 മാസം മുമ്പ് അന്ന് പറഞ്ഞ് എന്ത് പ്രോഗ്രാം വന്നെങ്കിലും നവംബർ 14 ജിനോയ്ക്ക് വേണ്ടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ പ്രോഗ്രാമിനോട് വന്ന എൻ്റെ പ്രിയപ്പെട്ട ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠന് നന്ദി അർപ്പിക്കുകയാണ്. പി ജോസഫ് സാറ് സമയക്കുറവ് കൊണ്ട് പോയി. ഞാൻ പറഞ്ഞു, എന്നെ ഈ രംഗത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് എൻ്റെ ഇടവ പള്ളിയിലെ ഗായക സംഘത്തിലെ കൊയറിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിലൂടെ അദ്ദേഹമാണ് എന്നെ ഈ കൊയർ രംഗത്തേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം കാരണമാണ് ഇന്നിവിടെ നിൽക്കാനുള്ള കാരണവും പി ജോസഫ് സാറിനോട് ഉള്ള നന്ദി അറിയിക്കുകയാണ്. കൂടാതെ MP ജോർജ് അച്ഛൻ പോയി ശ്രുതി സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഡയറക്ടറാണ്. ഒരുപാട് കൊയർ ഗ്രൂപ്പുകൾ വളർത്തിയിട്ടുള്ള അച്ഛനാണ്. അച്ഛന് നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ടൗൺ പള്ളി വികാരി അച്ഛൻ ഒരുപാട് തിരക്കുള്ള അച്ഛനാണ്. അച്ഛൻ ഇന്ന് ഈ പ്രോഗ്രാമിന് വന്ന് ഈ പ്രോഗ്രാം വിജയിപ്പിച്ച ജോസ് പുലപ്പള്ളി അച്ഛനുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ മൈക്കിൾ പനച്ചക്കൽ അച്ഛനുമായിട്ട് ഒരുപാട് നാളത്തെ ബന്ധമുണ്ട്. അച്ഛന് ഒരുപാട് ഉപദേശങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. ഒരു ഗുരുസ്ഥാനത്താണ് അച്ഛനെ കാണുന്നത്. അച്ഛൻ്റെ ഓരോ വാക്കുകളും ഞാൻ ശ്രദ്ധയോടെ കേൾക്കാറുണ്ട്. അച്ഛൻ ഈ പ്രോഗ്രാമിന് വന്നതിൽ അച്ഛനോട് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, പൈതൽ ആൽബത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഇതിൻ്റെ സംഗീത സംവിധായകൻ ശ്രീ നെൽസൺ പീറ്ററാണ്. അദ്ദേഹം ദുബായിൽ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തിനോട് വരാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ഉള്ളതുകൊണ്ടാണ് ഈ വർക്ക് ഇത്രയും നന്നാകാനും. എനിക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, നല്ല മ്യൂസിക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. വളരെ മനോഹരമായ രീതിയിൽ ഈ പാട്ടുകൾക്കെല്ലാം ഈണം പകർന്ന നെൽസൺ പീറ്ററിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുകയാണ്. കൂടാതെ കുറേ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കുറേ കാലങ്ങൾ എൻ്റെ കൂടെയുള്ള എൻ്റെ അനിയനാണ് ശ്രീ മനോജ് ഇലവുങ്കൽ. എൻ്റെ കൂടെ ഏകദേശം 120ഓളം ഗാനങ്ങൾക്ക് അദ്ദേഹം തൂലിക ഏൽപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി ഹിറ്റ് പാട്ടുകൾ മനോജിൻ്റേതായിട്ടുണ്ട്. മനോജിനെ ഈ ആൽബത്തിൽ പാട്ട് എഴുതാൻ കിട്ടിയതിൽ വളരെ നന്ദിയുണ്ട്. മനോജിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ പ്രിയമുള്ളവരെ, ഇവിടുത്തെ ഇന്ന് വേദിയിലുണ്ടായിരുന്ന ഒരുപാട് പേര് ഇപ്പോൾ പോയി. അവർക്കെല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഈ മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ്റെ ശ്രീ ജോഷി ബ്രദറോടാണ്. ഇവിടെ വെച്ച് ഈ പരിപാടി നടത്തണമെന്ന് ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് തന്നെ വളരെ സന്തോഷത്തോടെ അദ്ദേഹം അതിന് തയ്യാറാവുകയും അദ്ദേഹം പറഞ്ഞു, ജിനോയ്ക്ക് വേറെ എവിടെയെങ്കിലും നല്ല രീതിയിൽ ഓഡിറ്റോറിയത്തിൽ നല്ല രീതിയിൽ നടത്താമെന്ന് പറഞ്ഞിട്ടും ഞാൻ തന്നെ നിർബന്ധിച്ച് ഇവിടെ തന്നെ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അദ്ദേഹം സമ്മതിച്ച് ആഴ്ചകളായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള പിള്ളേരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കലും ഇതിൻ്റെ പിന്നണിയിൽ ഓടി പ്രവർത്തിച്ച ഇവിടെ 200ഓളം കുഞ്ഞു മക്കളുണ്ട്, അനാഥരായിട്ടുള്ള കുഞ്ഞു മക്കളുണ്ട്. അവരുടെ കാര്യങ്ങൾക്ക് പോലും പൂർണ്ണമായ ശ്രദ്ധ കൊടുക്കാതെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ജോഷി ബ്രദറിനും ഇവിടെയുള്ള എല്ലാ മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ്റെ എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ അകമഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഈ ആൽബത്തിൻ്റെ പിന്നണിയിൽ ഒരുപാട് സൗത്ത് ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പറയാണ്ടിരിക്കാൻ വയ്യ. ഇതിനകത്ത് ഫൈനൽ മിക്സ് ചെയ്തിട്ടുള്ള രഞ്ജിത്ത് രാജൻ എന്നൊരാളോടുണ്ട്. അദ്ദേഹം നമുക്കെല്ലാം പ്രിയങ്കരനായ M ജയേന്ദ്ര സാറിൻ്റെ ഒരു 99%, 100% എന്ന് പറയുന്ന എല്ലാ പാട്ടുകളുടെയും ഫൈനൽ മിക്സ് ചെയ്തിട്ടുള്ള രഞ്ജിത്ത് രാജനാണ്. ഏകദേശം 3ഓളം മിറച്ചി അവാർഡ് വാങ്ങിച്ചിട്ടുള്ള അദ്ദേഹം ഇവിടെ ചെന്നൈയിൽ ഇതിനുവേണ്ടി തന്നെ വന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ഒത്തിരി പ്രോഗ്രാമേഴ്സ്, ഒരുപാട് ലെജൻസ് ആയിട്ടുള്ള, അതായത് നമ്മുടെ വിജയ് P ജേക്കബ് ഉണ്ട്, അതുപോലെ ജോവി സുജോ, ഇതിൻ്റെ പിന്നണിയിൽ വിജയുണ്ട്. ഒരുപാട് പേര് പൈതൽ ആൽബം വളരെ മികച്ചതാക്കാൻ വേണ്ടി ഇതിൻ്റെ പിന്നണിയിൽ കഴിഞ്ഞ 1 വർഷത്തെ പ്രയത്നഫലമാണ്. ഒത്തിരി ആഴ്ചകൾ മാസങ്ങളെടുത്തിട്ടാണ് ഇതിൻ്റെ പ്രോഗ്രാമിംഗ് എല്ലാം ചെയ്തതും എൻ്റെ ഓർക്കസ്ട്രേഷൻ എല്ലാം ചെയ്ത് വളരെ ഭംഗിയാക്കിയത്. അതിനുവേണ്ടി പിന്നണി പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയും പേരെടുത്ത് പറയാനുണ്ട്, വിട്ടുവേണ്ടി ക്ഷമിക്കണം. അവരെല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ എല്ലാം മീഡിയ പ്രൊമോട്ടറായിട്ടൊരു മഞ്ജു ഗോപിനാഥ്, വളരെ പ്രശസ്തയായിട്ടുള്ള ആളാണ്. മഞ്ജുവിനെ നന്ദിയോടെ ഓർക്കുന്നു. കൂടാതെ ചാനലിലെ അല്ലെ വീഡിയോഗ്രാഫേഴ്സിനെ ഓർക്കുന്നു. പിന്നെ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഡോക്ടർ ലീജോ ആലെ ജേട്ടൻ്റെ സുഹൃത്തായി പരിചയപ്പെട്ട ബിജു ചേട്ടൻ, ഇവരെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ്. ഇനി ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ കൊച്ചു മാലാ കുഞ്ഞുങ്ങളോടും എൻ്റെ പേരൻസിനോടും. ഒരു 4 മാസമെങ്കിലും എടുത്തു ഇതിലെ പാട്ടിൻ്റെ റെക്കോർഡിംഗ് എല്ലാം കഴിയാൻ. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കുട്ടിയെ കൊണ്ട് പാടിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ഒത്തിരി കുട്ടികളെ കൂട്ടിക്കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വർക്കിൽ. എന്നാലും ഈ കുട്ടികളെല്ലാം വളരെ വളരെ നല്ല രീതിയിൽ പാട്ടൊക്കെ കറക്റ്റ് സമയത്ത് പഠിച്ചുകൊണ്ട് വരികയും
വളരെ മനോഹരമായി പാടുകയും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ വളരെ മനോഹരമായി പിള്ളേരെ പഠിപ്പിച്ചു. അതിന് ഈ ഇരിക്കുന്ന എല്ലാ പേരൻസിനോടും പ്രത്യേകമായി നന്ദി പറയുകയാണ്. പിന്നെ ഇനി എന്ന് പറയേണ്ടത് നമ്മുടെ എല്ലാം പ്രിയകരായ ശ്രേയക്കുട്ടിയാണ്. അവർക്ക് കോഴിക്കോട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നു. ഞങ്ങൾക്ക് വലിയ നന്ദിയും കടപ്പാടുമുണ്ട് ശ്രേയക്കുട്ടിയുടെ. കാരണം ശ്രേയക്കുട്ടിയുടെ ഒരു പാട്ടാണ് ഇന്ന് എനിക്ക് നല്ല നല്ല ആൽബങ്ങൾ ചെയ്യാൻ വീണ്ടും പ്രചോദനമായത്. മേലേമാണ് തേച്ചു എന്ന ഗാനം. അപ്പോൾ ശ്രേയക്കുട്ടിയും പ്രസീത എല്ലാം വന്നിട്ടുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പിന്നെ വിളിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ ദൂരെ നിന്നൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. വിളിച്ചിട്ട് ആ വിളി കേട്ട് എത്തിയ എല്ലാവർക്കും നന്ദി പറയുന്നു. എൻ്റെ വീട്ടുകാരെ ഫാമിലീസ് എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. From Gino Kunumrat Music Factory.